ക്ലിയറിംഗ് കോർപ്പറേഷൻ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ട്രേഡിംഗ്, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്, അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. ഈ 3 ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ക്ലിയറിങ്ങും സെറ്റിൽമെൻറ്റും ചെയ്യുന്നത് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആണ്. അതായത് പോസ്റ്റ് ട്രേഡ് ആക്ടിവിറ്റി ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്, ക്ലിയറിംഗ്, സെറ്റിൽമെൻറ്റ് ഇതൊക്കെ ചെയ്യുന്നത് ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. സോ ഒരു ക്ലിയറിംഗ് കോർപ്പറേഷനാണ് നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NSCCL. അത് NSEയുടെ ഒരു സബ്സിഡിയറി ആണ്. ഇറ്റ് വാസ് സെറ്റപ്പ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിങ്ങിങ് ആൻഡ് സസ്റ്റെയിനിങ് കോൺഫിഡൻസ് ഇൻ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. അതിനോടൊപ്പം പ്രൊമോട്ടിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഷോർട്ട് ആൻഡ് കൺസിസ്റ്റൻറ്റ് സെറ്റിൽമെൻറ്റ് സൈക്കിൾസ്, പ്രൊവൈഡിങ് കൗണ്ടർ പാർട്ടി ഗ്യാരണ്ടി, റിസ്ക് ഗ്യാരണ്ടി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ മെയിൻ, ഏതൊരു ക്ലിയറിംഗ് കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന്, ടു ബ്രിങ് ആൻഡ് സസ്റ്റെയിൻ കോൺഫിഡൻസ് ഇൻ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ദെൻ ടു മെയിൻറ്റെയിൻ ഷോർട്ട് ബട്ട് കൺസിസ്റ്റൻറ്റ് സെറ്റിൽമെൻറ്റ് സൈക്കിൾസ്. നമുക്കറിയാം സെറ്റിൽമെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് T+2, ആദ്യം T+5 ആയിരുന്നു, പിന്നെ T+2 ആയി. അപ്പോൾ ഷോർട്ട് പീരീഡിലാണ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ടു പ്രൊവൈഡ് കൗണ്ടർ പാർട്ടി റിസ്ക് ഗ്യാരണ്ടി. കൗണ്ടർ പാർട്ടി ബയേഴ്സ് സെല്ലേഴ്സ് 2 പാർട്ടീസ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിസ്കിന് ഗ്യാരണ്ടി കൊടുക്കുന്നു ക്ലിയറിംഗ് കോർപ്പറേഷൻ. അതുപോലെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, മെയിൻ റിസ്ക് മാനേജ്മെൻറ്റിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതെല്ലാം ക്ലിയറിംഗ് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ശരിക്കും പറഞ്ഞാൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, ഒന്ന് കൺഫർമേഷൻ, അതായത് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും അത് കൺഫേം ചെയ്യുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക. പിന്നെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ട്രാൻസാക്ഷൻസ്, ഈ ട്രാൻസാക്ഷൻസ് ഡെലിവറി നടത്തുക. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. സോ ദ റോൾ ഓഫ് ക്ലിയറിംഗ് കോർപ്പറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് റെക്കോർഡ് ചെയ്യുന്നു, ട്രേഡ് കൺഫർമേഷൻ ചെയ്യുന്നു, ദെൻ ഓരോരുത്തരുടെ ഒബ്ലിഗേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നു, ദെൻ പേ ഇൻ ആൻഡ് പേ ഔട്ട് ഓഫ് ഫണ്ട്. അതായത് സെല്ലറും ബയറും ഉണ്ടാകുമ്പോൾ സെല്ലറെ സംബന്ധിച്ച് അയാൾക്ക് ഫണ്ട് ഔട്ട് കൊടുക്കേണ്ടി വരും, ബയറെ സംബന്ധിച്ച് അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെ വാങ്ങി വയ്ക്കുക, വിൽക്കുക. ദെൻ സെക്യൂരിറ്റീസിനെ പ്രോപ്പറായിട്ട് നോക്കുക, കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ചെയ്യുന്നത്. സോ അതിനോടൊപ്പം തന്നെ ദേ കണ്ടക്ട് എ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഓൺ ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നോക്കുന്നു, ക്രെഡിറ്റ് വർത്തിനെസ് എത്ര ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അതുപോലെ മാർക്കറ്റ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നു, ലിക്വിഡിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല്ലയായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൊട്ടക്റ്റീവ് അംബ്രല്ല ആർക്കാണ്? എല്ലാ മാർക്കറ്റ് ട്രാൻസാക്ഷൻസിനും ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല്ലയായിട്ട്, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, ഷെയർസ് അതൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്ഫർ നടത്തുക. പിന്നെ ബയർ അടുത്തുനിന്നും സെല്ലർ അടുത്തുനിന്നും, അതായത് പിന്നെ പ്രോപ്പറായിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, അതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല്ലയായിട്ടാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലെയേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിലുള്ള മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് സെബി ആണ്, ഒരു റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രേഡിംഗ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, DII ഡെവലപ്മെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, ദെൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ സ്പെക്യുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഉണ്ടായിരിക്കും, ക്ലിയറിംഗ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഡെപ്പോസിറ്ററീസ് ഉണ്ടായിരിക്കും, ക്ലിയറിംഗ് ബാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ വീക്ക്നെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്യുലേഷൻ ഒരു വീക്ക്നെസ് ആണ് സെക്കൻഡറി മാർക്കറ്റിൻ്റെ. ഇൻസൈഡർ ട്രേഡിംഗ്, ദെൻ സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ നെഗ്ലക്റ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് OTCI പോലെയുള്ള സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വന്നിട്ടുള്ളത്. ദെൻ ബാഡ് ട്രേഡിംഗ് പ്രാക്ടീസ്, സ്പെക്യുലേഷനൊക്കെ വരുമ്പോൾ തന്നെ അവിടെ ട്രേഡിംഗ് പ്രാക്ടീസ് ചില സമയത്ത് ബാഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. ലാക്ക് ഓഫ് ഇൻറ്റഗ്രേഷൻ, പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷൻ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും എങ്കിൽ എല്ലാ ക്ലിയറിംഗ് ഹൗസുകളും തമ്മിലുള്ള ഒരു ഇൻറ്റഗ്രേഷൻ്റെ കുറവ്, അതും ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻഎഫിഷ്യൻറ്റ് ബാങ്കിങ് സിസ്റ്റം, അതെപ്പോഴും നമ്മളൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നതാണ്. ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഇൻഎഫിഷ്യൻസി ഒരു മേജർ പ്രോബ്ലമാണ്. then inadequate infrastructure, then inadequacy of investor service. ഇൻവെസ്റ്ററിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് കാര്യമാണെന്നുണ്ടെങ്കിലും ചില സർവീസുകളൊന്നും അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടൈമിൽ കിട്ടുന്നില്ല. സോ ദീസ് ആർ ദ വീക്ക്നെസ്സസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്.